അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അല്ലേ. അതായത് നമ്മുടെ മെയിൻസ് എക്സാം ഇങ്ങനെ ആവാറായിട്ടുണ്ട്. ഇപ്പോൾ SBI PO മെയിൻസ് എക്സാം ആണ് നമ്മൾ ആദ്യം കാത്തിരിക്കുന്ന മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. സോ എല്ലാവരും കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ CA റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള CA വീഡിയോസ് ഇനി മുതൽ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. സോ എന്തൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, റെഡി? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ അതിനു മുന്നേ ബാങ്കിൽ ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അതും നാട്ടിൽ നല്ല സാലറിയോട് കൂടി ബാങ്കിൽ ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സൈലന്റ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ് RRB PO and Clerk Batch 2.0 എന്ന് പറയുന്നത്. 5499 ആണ് ഈ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. സെപ്റ്റംബർ 10 ആണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മറക്കാതെ ജോയിൻ ചെയ്യുക നമ്മുടെ RRB PO and Clerk Batch 2.0യിലേക്ക്. റെഡി? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്രാവശ്യത്തെ ബജറ്റിൽ കൂടിയും മെൻഷൻ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും 1998 ഏകദേശം 27 വർഷമായി ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടി ഇപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പല ബജറ്റിലും, അതായത് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ മെൻഷൻ ഉണ്ടായിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡിനും. സോ അതൊന്നും കൂടി പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഇതിന്റെ ലോഞ്ച് ഇയർ എന്ന് പറയുന്നത് 1998 ആണ്. നോഡൽ ഏജൻസി എന്ന് പറയുന്നത് നബാർഡ് ആണ് നോഡൽ ഏജൻസി. അതായത് ഫാമേഴ്സിന്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫാമേഴ്സിന് ഒരു ദിവസം ഞാനൊരു കർഷകനാണ്, ഞാൻ വയലിലേക്ക് പോകുമ്പോൾ എൻ്റെ വിളകളെല്ലാം തന്നെ മഞ്ഞ കളറായിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വളത്തിന്റെ കുറവ് കൊണ്ടായിരിക്കാം മേ ബി മഞ്ഞ കളർ ആയിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ഞാൻ ഇനി ലോണൊക്കെ അപ്ലൈ ചെയ്ത് ലോൺ എടുത്ത് ഫെർട്ടിലൈസേഷൻ ഒക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അത് പ്രോപ്പർ ആയിരിക്കുമോ, അഡിക്വേറ്റ് ആയിരിക്കുമോ? അല്ലെങ്കിൽ ഞാൻ ലോൺ എടുത്ത് വളമൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തായിരിക്കും, സമയം കുറേ ലേറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കും അല്ലെ, വിളകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കർഷകർക്ക് അവരുടെ കയ്യിലുള്ള ഇൻകം പലപ്പോഴും കുറവായിരിക്കും അല്ലെ. അപ്പൊ പെട്ടെന്നൊരാവശ്യം ഒരു കർഷകന് വരികയാണെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത്, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സോ ടു പ്രൊവൈഡ് ടൈംലി ആൻഡ് അഡിക്വേറ്റ് ക്രെഡിറ്റ്, അതായത് അവർക്ക് ആവശ്യം വരുമ്പോൾ ആവശ്യത്തിന് പൈസ ഉപകരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. ടു പ്രൊവൈഡ് ടൈംലി ആൻഡ് അഡിക്വേറ്റ് ക്രെഡിറ്റ് ടു ഫാമേഴ്സ് ടു മീറ്റ് ദെയർ നീഡ്സ്, അതായത് കർഷകർക്ക് അവരുടെ നീഡുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അഡിക്വേറ്റ് ക്രെഡിറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓൾ കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, പബ്ലിക് സെക്ടർ ബാങ്ക്സ് എല്ലാം തന്നെ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. എലിജിബിലിറ്റി വരുന്നത് ഓൾ ഫാമേഴ്സ്, അതിൽ എല്ലാ കർഷകരും വരും. ആനിമൽ ഹസ്ബൻഡറി, ഫിഷറി സെക്ടർ എല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഇതിൽ ഫാമേഴ്സിന് 3 ലക്ഷം വരെ ആയിരുന്നു ലോൺ ലിമിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് ഇൻക്രീസ് ചെയ്ത് 5 ലക്ഷം ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. 3 ലക്ഷത്തിൽ നിന്നും ലോൺ ലിമിറ്റ് 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇൻഷുറൻസ് കവറേജ് അപ് ടു 50,000 ഇൻ കേസ് ഓഫ് പെർമനന്റ് ഡിസബിലിറ്റി ഓർ ഡെത്ത് ആൻഡ് 25,000 ഈസ് ഗിവൺ ഇൻ ദ കേസ് ഓഫ് അതർ റിസ്ക്. അപ്പൊ 50,000 രൂപയാണ് പെർമനന്റ് ഡിസബിലിറ്റി ഓർ ഡെത്തിനുള്ള ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത്. 25,000 ആണ് ബാക്കിയുള്ള എനി റിസ്കിന്റെ കേസിലുള്ള എന്തെന്ന് പറയുന്നത്, ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് കവേഴ്സ് പോസ്റ്റ് ഹാർവെസ്റ്റ് എക്സ്പെൻസസ്, അതുകൂടാതെ തന്നെ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് ലോൺസ്, എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ, എന്തെങ്കിലും ഹൗസ് ഹോൾഡ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അത് കൂടാതെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത്
ഏത് ചെലവുകൾ, ഏത് എക്സ്പെൻസ് പോലും നമുക്ക് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കവർ ചെയ്യാവുന്നതാണ്. ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കണം, കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കാം. എന്തെങ്കിലും ഫെർട്ടിലൈസർ വാങ്ങിക്കണം, വിത്ത് വാങ്ങിക്കണം, എല്ലാം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ ഇതിന്റെ 5 വർഷമാണ് കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ അതേപോലെ പക്ഷെ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ആനുവൽ റിവ്യൂ ഉണ്ടായിരിക്കും, എല്ലാ വർഷവും റിവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. കൊലാട്രൽ ഫ്രീ ആയിട്ട് 1.60 ലാക്ക് വരെ ലോൺ എമൗണ്ട് ലഭിക്കുന്നതാണ്. ക്രെഡിറ്റ് അവൈലബിൾ ഫോർ എ പീരീഡ് ഓഫ് 3 years, 3 വർഷത്തേക്കാണ് ക്രെഡിറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഹാർവെസ്റ്റിംഗ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ലോൺ തിരിച്ചടച്ചാൽ മതി. നമ്മുടെ യൂഷ്വൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഈ മാസം നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് നമുക്ക് ബില്ല് ജനറേറ്റ് ആവും അല്ലെ. അതേപോലെ അല്ല കിസാൻ ക്രെഡിറ്റ് കാർഡിന്. നമ്മുടെ ഏത് ക്രോപ്പാണോ നമ്മൾ കൃഷി ചെയ്യുന്നത് അതിന്റെ ക്രോപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയി അത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി സെല് ചെയ്ത് നമുക്ക് ലാഭം കിട്ടിയതിനു ശേഷം നമ്മൾ ലോണ് തിരിച്ചടച്ചാൽ മതി എന്നാണ് പറയുന്നത്. റെഡി? അപ്പൊ ഇത്രയുമാണ് വളരെ ബേസിക് ആയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എക്സാമിന് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇതേപോലെ ഏതൊക്കെ വീഡിയോസ് വേണമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ, സീ യു.